സൺഡേ, ഓശാന ഞായറാഴ്ച. ഇറ്റ് ഈസ് ആക്ച്വലി ദ കമ്മിങ് ഓഫ് എ കിങ്. രാജാവിൻ്റെ വരവിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പാം സൺഡേ എന്ന് പറയുമ്പം ഇംഗ്ലീഷിൽ കുരുത്തോല പെരുന്നാളായിട്ട് നമുക്ക് കാണാം. കാരണം ഒരു രാജാവ് വരുമ്പോൾ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ അവർ കുരുത്തോല അല്ലെങ്കിൽ പനയുടെ തളിര് കൊമ്പ് പിടിക്കുകയും പിന്നെ അവരുടെ വസ്ത്രം നിലത്തിടുകയും അവരുടെ റോഡിൽ അവർക്ക് പൂക്കൾ വിരിച്ചു കൊടുത്ത് എഴുന്നള്ളിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണാം. അതേപോലെ തന്നെ യേശു ക്രിസ്തു രാജാവായിട്ട് കടന്നു വരുന്ന ഒരു ഭാഗമാണ് പാം സൺഡേ. അന്ന് യഹൂദ ജനതകൾ മുഴുവനും രാജാവിന് കൊടുക്കേണ്ടതായ പദവിയിൽ അവരുടെ വസ്ത്രം റോഡിലിട്ട് കൊടുത്തു. പാംസ് അല്ലെങ്കിൽ കുരുത്തോലകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹൊസാന, ദാവീദ് പുത്രന് ഹൊസാന ഹൊസാന എന്ന് വിളിച്ചു പറയുന്നതാണ് പാം സൺഡേയുടെ ബാക്ക്ഗ്രൗണ്ട്. ഈ പാം സൺഡേ നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ടത് അവർ ദൈവപുത്രനായിട്ട് യേശുവിനെ കാണുന്നു, ദാവീദ് പുത്രനായിട്ട് യേശുവിനെ കാണുന്നു. ഈ വരുന്നവൻ രാജാവാണെന്ന് മനസ്സിലാക്കി അവർ ഹൊസാന ഹൊസാന എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവയെ രക്ഷിക്കണമേ. അത് 118-ാം സങ്കീർത്തനത്തിലെ 25-ാം വാക്യമാണ് അവർ യഹോവയെ ഞങ്ങളെ രക്ഷിക്കണം. അറിഞ്ഞോ അറിയാതെയോ അവർ ആത്മാവിൽ അത് വിളിച്ച് പറയുകയാണ്. നമ്മളിത് നമുക്കെല്ലാം ഇത് അറിയാമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർപ്പിച്ചില്ല എങ്കിൽ നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് ഈ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായമാണ് ഞാൻ അതിനെടുക്കുന്നത്. ഗോസ്പലിൽ 2-3 ഗോസ്പലിനകത്ത് ഇത് എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ എടുക്കുന്നത് ലൂക്കോസിൻ്റെനകത്ത് 19-നകത്ത് 29 തൊട്ട് 40 വരെയും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ന്റെ 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിലും ഈ ഓശാന ഞായറാഴ്ചയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 21, കുറച്ച് ഭാഗം മാത്രം വായിക്കാം. അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവ് മലയിലെ ബെത്ത് ഹഗത്തിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ച്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അടിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിൻ്റെ അടുക്കൽ വരുന്നു എന്ന് പറയുവിൻ. കർത്താവ് ജെറിഹോയിൽ നിന്ന് യെരൂശലേമിലേക്ക് യാത്രയാണ്. ഏകദേശം 17 മൈലുകൾ യാത്ര ചെയ്താണ് കടന്നു വന്നിരിക്കുന്നത്. യേശുവിന് വ്യക്തമായിട്ടറിയാം ഈ പ്രാവശ്യത്തെ പെസഹ കുഞ്ഞാട് യേശു ക്രിസ്തു ആണെന്ന്. അതിന് മുൻപായിട്ട് താൻ രാജാവാണെന്നുള്ള പദവി, ദ കിങ് ഓഫ് കിങ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്, രാജാതിരാജാവും പ്രഭുവിൻ്റെ പ്രഭുക്കന്മാരുടെ പ്രഭുവുമാണെന്ന് യേശുവിന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ യഹൂദ ജനതയെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ച ദിവസം തന്നെ കർത്താവ് കഴുതപ്പുറത്താണ് കടന്നു വരുന്നത്. ഇത് സെക്കറിയ 9:9 ഇത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സെക്കറിയ 9:9 കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വ്യക്തമായിട്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രോഫസിയും യേശുക്രിസ്തുവിൽ കൂടെ ഫുൾഫിൽ ചെയ്ത് വരികയാണ്. പഴയ നിയമം നിഴൽ, പുതിയ നിയമം അതിൻ്റെ പൊരുളാണ് എങ്കിൽ ദൈവം നിയോഗിച്ച ദിവസം തന്നെയാണ് യേശുവിൻ്റെ വരവ്. അതിനകത്ത് 9:9 ഇങ്ങനെയാണ് വായിക്കുന്നത്: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കൽ വരുന്നു. ആരാണ്? നിൻ്റെ രാജാവ്. നമ്മളോട് പറയുക, നമ്മൾ ഘോഷിക്കണം, സന്തോഷിക്കണം. ദൈവം നമ്മുടെ പ്രയാസങ്ങളെ എടുത്തു മാറ്റാനായിട്ട് രാജാവായിട്ട് കടന്നു വരുന്നു. അവൻ എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നത്. എങ്ങനെയാണ്? നീതിമാനാണ്, അവൻ ജയാളിയാണ്, അതുപോലെ തന്നെ അവൻ താഴ്മയുള്ളവനാണ്. അപ്പം 3 ക്വാളിറ്റീസാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഹീസ് എ റൈച്വസ് കിങ്. 2, ഹീസ് എ വിക്ടോറിയസ് കിങ്. മൂന്നാമത്തേത് ഈസ് എ ജെന്റിൽ കിങ്. അപ്പോൾ ഈ 3 ക്വാളിറ്റീസും യേശുവിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പം ഈ റൈച്വസ് കിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം വാട്ട് ഈസ് എ റൈച്വസ് കിങ്? റൈച്വസ് മീൻസ് നീതിയുള്ള എന്നാണ്
നമ്മൾ ബിബ്ലിക്കലി മനസ്സിലാക്കുന്നത്. എന്നാൽ റൈച്ചസിന് നേരെയുള്ള രാജാവ്, അതായത് അവിടെ ഇവിടെയും കള്ളം പറഞ്ഞ് ശത്രുവിന് കൂട്ടു നിൽക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ രാജാവ് നീതിയുള്ളവനും വിശുദ്ധിയുള്ളവനും നേർവഴി കാണിച്ചു തരുന്നതിന് ഒരു രാജാവാണ്. ആ രാജാവാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പീൻ. അപ്പോൾ ഈ പാം സൺഡേയിലെ ദിവസത്തിൽ ഒരു കർത്താവ് നിയോഗിച്ച് തന്നിച്ചിട്ട് നീ ചെന്നിട്ട് 2 ശിഷ്യന്മാർ, ഏതാണ് 2 ശിഷ്യന്മാരെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല, 2 ശിഷ്യന്മാരെ അയച്ചിട്ട് അവരോട് വ്യക്തമായിട്ട് പറയും, നിങ്ങൾ കടന്നു ചെല്ലുമ്പം ഒരു കഴുതയും കഴുതക്കുട്ടിയെയും കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരണം. അതിനെ അഴിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ എനിക്ക് അവ ആവശ്യമുണ്ട് എന്ന് പറയുക. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ തന്നെ അതാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചില വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുൻപും പിൻപും നടന്ന പുരുഷാരം ദാവീദ് പുത്രൻ ഹൊസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹൊസാന എന്ന് ആർത്തു കൊണ്ടിരുന്നു. അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവന് ഇളകി. ഇവൻ ആരെന്ന് പറഞ്ഞു. അവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകൻ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. എത്ര പ്രൊഫറ്റിക്കലി നമ്മൾ നോക്കുമ്പം യഹൂദ ജനത അറിഞ്ഞോ അറിയാതെയോ വിളിച്ചു പറയുകയാണ്, ദാവീദ് പുത്രൻ കടന്നു വരുന്നു, ഹൊസാന. അപ്പം ദാവീദ് പുത്രനെ ഞങ്ങളെ രക്ഷിക്കുകയെന്ന് പറയുമ്പം നമുക്ക് മനസ്സിൽ ചേരുന്ന ചിന്ത ഇതാണ്, ദാവീദ് രാജാവാണ് ഇവരുടെ ഏറ്റവും വലിയ രാജാവ്. ദാവീദ് ഭരിച്ചിരുന്ന കാലത്താണ് യെരൂശലേമിന് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ബൗണ്ടറി വലുതാക്കിയത്. ദാവീദ് ഭരിച്ചിരുന്ന കാലത്താണ് അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടായത്. യുദ്ധത്തിൽ ജയമെടുത്ത് സമാധാനം ഉണ്ടാക്കിക്കൊടുത്ത ഒരു രാജാവാണ് ദാവീദ്. അത് തന്നെയായിരിക്കണം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. ഇവിടെ ഒരു ദാവീദിൻ്റെ പുത്രൻ കടന്നു വരുന്നു, ഞങ്ങളുടെ ഭാരങ്ങളെ ഏറ്റെടുക്കും. അപ്പോൾ ഹൊസാന എന്ന് വിളിച്ചു പറയുമ്പം അവർ ഒരു തരത്തിൽ ഞങ്ങളെ രക്ഷിക്കണേ എന്നൊരു ചിന്തയുണ്ട്. 2, ഞങ്ങൾക്ക് വേണ്ടി നീ രാജാവായിരിക്കണമേ. ആ 2 ചിന്തകൾ ഇതിനകത്തുണ്ട്. അപ്പം കർത്താവ് എന്തുകൊണ്ടാണ് ഒരു കഴുതക്കുട്ടിയെ ഉപയോഗിച്ചതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ട് ഒരു കുതിര ഉപയോഗിച്ചില്ല? രാജാവിൻ്റെ പദവിക്കനുസരിച്ച് കുതിര ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിംഹത്തിനെ ഉപയോഗിക്കാം, ഏത് മൃഗത്തിനെ യേശുവിനെ ഉപയോഗിക്കാമില്ല. പക്ഷേ യേശു ക്രിസ്തു, നമ്മളത് പഴയ നിയമത്തിലേക്ക് നോക്കുമ്പം സോളമൻ രാജാവായിരിക്കുന്ന സമയത്ത്, സോളോമൻ രാജാവായിട്ട് കടന്നു വരുമ്പോൾ ദാവീദ് ഉപയോഗിച്ചിരുന്ന കഴുതക്കുട്ടിയെ തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പം ബിബ്ലിക്കലി കഴുതയെ രാജാവ് ഉപയോഗിക്കുന്നതിനകത്ത് വല്ല മർമ്മമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് പുറപ്പാടിൻ്റെ 13-12 വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് 13-12 അതിൻ്റെ ഇച്ചിരി മുൻപോട്ട് വായിക്കുകയാണ്. യഹോവ നിന്നോടും നിൻ്റെ പിതാക്കന്മാരോടും സത്യം ചെയ്തതുപോലെ നിന്നെ കനാന്യരുടെ ദേശത്ത് കൊണ്ടുചെന്ന് അത് നിനക്ക് തരുമ്പോൾ കടിഞ്ഞൂലിനെ ഒക്കെയും നിനക്കുള്ള മൃഗങ്ങളുടെ കടിഞ്ഞൂൽ പിറവിയൊക്കെയും നീ യഹോവയ്ക്കായി വേർതിരിക്കണം. കടിഞ്ഞൂലുകൾ, അതിപ്പോൾ നമ്മൾ യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് ആദ്യജാതനെ ദൈവത്തിന് കൊടുക്കണം എന്ന് പോലെയല്ല, മൃഗങ്ങളുടേതും കൊടുക്കുകയാണ്. ആണൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. കണ്ടോ? ആദ്യജാതനായ ആൺമക്കളെയും അതുപോലെ മൃഗങ്ങളുടെയും ദ മെയിൽ വൺ ഈസ് ഗിവൺ ടു ഗോഡ്. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂണിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. പക്ഷെ കഴുതയുടെ കുട്ടിയെ ഒരിക്കലും കഴുതയെ കൊണ്ട് വീണ്ടെടുപ്പിക്കാൻ ഒക്കുന്നില്ല. അതിനു പകരം ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ചു കളയണം. ഇതാണ് അതിന് നമ്മൾ യഹൂദൻ ഒരു കഴുതയെ വീണ്ടെടുക്കണമെങ്കിൽ ഒരാട്ടിൻകുട്ടിയെ കൊടുക്കണം. ആട്ടിൻകുട്ടിയുടെ വില എന്ന് പറയുന്നത് കമ്പയർഡ് ടു കഴുത ഒത്തിരി കൂടുതലാണ്. നമ്മൾക്കിപ്പോഴും മനസ്സിലാകും. പക്ഷേ ഇത് ചെയ്യുന്നില്ല എങ്കിൽ ചെറുകഴുതയുടെ ആ കുഞ്ഞു കഴുതയുടെ കഴുത്ത് ഒടിച്ചു കളയണം. അപ്പോൾ എന്തുകൊണ്ട് യേശു വന്നപ്പോൾ ഒരു കഴുതയുടെ പുറത്ത് നമ്മൾ പാപം ചെയ്തതോടുകൂടി ദൈവത്തിൻ്റെ പുത്രൻ എന്ന പദവി മാറി നമ്മളൊരു കഴുതയുടെ ലെവലായി മാറിയിരിക്കുകയാണ്. നമ്മളെ വീണ്ടെടുക്കാൻ നമുക്ക് തന്നെ സാധിക്കത്തില്ല. അതിനുവേണ്ടി ഒരു രക്ഷകൻ വരേണ്ടിയിരുന്നു. അതല്ല എങ്കിൽ ദുഷ്ടൻ നമ്മളെ നശിപ്പിക്കും. ഇങ്ങനെയൊരു അർത്ഥം ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലരും പറയാറുണ്ട്,
കഴുത എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ കഴുത അനുസരണമുള്ളതാണ്. എന്നാൽ ഈ കഴുതയുടെ ഒരു പ്രത്യേകത, വേറെ ആരും അതിനെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. എന്നെ ടച്ച് ചെയ്തൊരു ഭാഗം യേശുക്രിസ്തു പറഞ്ഞു വിടുമ്പോൾ കഴുതയും കഴുതക്കുട്ടിയെയും അഴിച്ചു കൊണ്ടുവരണമെന്ന്. ദാറ്റ് റിയലി ടച്ച് മീ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മോളുടെ കാര്യം ഓർത്ത് ഞാൻ വിഷമിച്ച ചില സന്ദർഭങ്ങളിൽ ഐ റിമെമ്പർ റീഡിങ് ദിസ് പോർഷൻ ആൻഡ് ടെൽ എൻ്റെ ആത്മാവ് ഉള്ളിൽ തുറന്നു വന്നിട്ട് അത് കഴുതയെ തന്നെയല്ല, കഴുതയെ കുട്ടിയും കൂടെ രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞപ്പം ഐ സ്റ്റാർട്ട് ക്ലെയിമിങ് ഇറ്റ്. അത് ഞാൻ ക്ലെയിം ചെയ്യാൻ തുടങ്ങി. ഈ കഴുതയാകുന്ന എന്നെ ദൈവം രക്ഷിക്കുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും കൂടെ രക്ഷിക്കാൻ നീ മതിയാവുന്നതന്നെ, നീ എന്നവനെ വാഹനമാക്കി എടുത്തുകൊണ്ട് വരും. അത് നമ്മൾ മനസ്സിലാക്കി. ഒരു 2 കഴുത എങ്ങനെയാണ് യേശു ഒരു സമയത്ത് ഉപയോഗിക്കുന്നത്? ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു തരികയായിരുന്നു, കഴുതക്കുട്ടിയുടെ മേൽ ദ കോൾട്ട് ഓഫ് ദി ഡോങ്കി എന്നാണ് പറയുന്നത്. കഴുതക്കുട്ടിയുടെ മേലാണ് യേശു കടന്നു വന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് കഴുതക്കുട്ടിയുടെ നമ്മുടെ മക്കളെ രക്ഷിക്കുന്നു. നമ്മളെ അതിൻ്റെ കടിഞ്ഞാണ് അല്ലെങ്കിൽ അതിൻ്റെ കഴുത്തേലുള്ള കയറ് കർത്താവ് പിടിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. യേശു എവിടെ വരുന്നോ അവിടെ വിടുതലുണ്ട്. അങ്ങനെ ദൈവം നമ്മുടെ രാജാവായിട്ട് കടന്നു വരുമ്പോൾ അവൻ ഉപയോഗിച്ചത് നമ്മളെ റിഡീം ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുയോജിച്ച ഒരു മൃഗത്തെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഓരോ മൃഗങ്ങളും ദൈവം വേദപുസ്തകത്തിൽ എന്തിനാണ് ഉപയോഗിക്കുന്നതിന് അതിന് സിംബോളിക്കലി മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ കഴുതയ്ക്ക് വേറൊരു കാര്യമുള്ളത്, അതിന് വലിയ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. ഒരു കുതിരയുടെ പുറത്ത് നമ്മൾ പെട്ടെന്ന് കയറുന്ന അത് ഇടഞ്ഞ് നമ്മളെ താഴെ ഇട്ട് ചവിട്ടും. പക്ഷേ കഴുതയുടെ പുറത്താണ് നമ്മൾ കയറുന്നതെങ്കിൽ അത് ഭാരം വഹിക്കുന്ന, അതാണ് അതിൻ്റെ നേച്ചർ, ഭാരം വഹിക്കുന്ന ഒരു മൃഗമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു ആദ്യമായിട്ട് ഈ കഴുതയുടെ പുറത്ത് കയറിയപ്പോഴും ഒരു തടസ്സവും ഇല്ലാതെ യേശു യെരൂശലേമിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ബാക്കി ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പം യേശുവിനെ അവർ വിളിക്കും ദാവീദ് പുത്രൻ ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശാന എന്ന് ആർത്തുള്ളൂ. 118 സങ്കീർത്തനത്തിൽ നോക്കാം. ഇവർ ഈ ആത്മാവിൻ വിളിച്ചു പറയും. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൽക്കുള്ള ഈ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. ആരെങ്കിലും ഒരാൾ ആത്മാവിൽ നിൽക്കാമെങ്കിൽ അതിൻ്റെ ചലനം ഉണ്ടാകും. 118 സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇത് 118:23, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹോവ ഉണ്ടാക്കിയ ദിവസം നാം ഇന്ന് സന്തോഷിച്ച് ആനന്ദിക്കുക. യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങൾക്ക് ശുഭത വരുത്തണമേ. ഉണ്ട്, അവർ വിളിച്ചു പറയാണ് ഹോസന്ന മീൻസ് ലോർഡ് ഹെൽപ്പ് അസ്, ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ രക്ഷിക്കാനായിട്ടൊരു രാജാവ് വരണം. അപ്പോൾ 3 തരത്തിലുള്ള രാജാവിനെയാണ് നമ്മൾ കാണുന്നത്. 1 നീതിയുള്ള രാജാവ്, 2 ജയിച്ച് വിക്ടോറിയസ് ആയിട്ടുള്ള രാജാവ്, 3 ദയാലുവായ രാജാവ്. അപ്പം ഒന്നാമത്തേത് റൈറ്റ്ഫുൾ കിങ് എന്ന് പറയുമ്പം പഴയ നിയമത്തിൽ ഉൽപ്പത്തി തൊട്ട് നമ്മൾ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് കാണാം. അപ്പം മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പം ദൈവം അന്ന് വാഗ്ദത്തം ചെയ്താണ്. ഏകദേശം ഉൽപ്പത്തി 3 ആകുമ്പോഴത്തേക്ക് 3:15, 16 ഒക്കെ ആകുമ്പോഴത്തേക്ക് ദൈവം തമ്പുരാൻ പറയുകയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പസന്തതിയെ മെതിക്കും, അവൻ തകർക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരാൾ വന്നെങ്കിലേ ഈ ദുഷ്ടപിശാചിനെ തകർക്കാനൊക്കത്തുള്ളൂ എന്ന് പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഈ കഴുതയുമായിട്ടൊരു മനുഷ്യൻ പല ഭാഗങ്ങളിൽ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് ഉൽപ്പത്തി 49:10, 11. ഉൽപ്പത്തിയുടെ 49:10, 11 കഴുതയുമായിട്ടൊരു ബന്ധം നമുക്ക് കാണാം. ഓരോ സ്ഥലങ്ങളിലും എങ്ങനെയാണ് പ്രോഫറ്റിക്കലി ഇത് നടക്കുന്നതെന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. 49 ഇങ്ങനെ വായിക്കുന്നു 10. യഹൂദയെക്കുറിച്ചാണ്. അവകാശമുള്ളവൻ അതിൻ്റെ മുൻപോട്ട്, യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു, അവൻ കുനിഞ്ഞ സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു, ആരവനെ എഴുന്നേൽപ്പിക്കും. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൾ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത്, അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. ഉണ്ടോ, അപ്പോൾ അവിടെയും ഈ മുന്തിരിവള്ളിയെ കഴുതക്കുട്ടിയെ കൊണ്ട് മുന്തിരിവള്ളിയെ കെട്ടുന്നു എന്നൊക്കെ നമ്മൾ മീൻ ചെയ്യുമ്പോൾ കഴുത മുന്തിരിവള്ളിയാന്ന് ക്രിസ്തുവിനോടല്ലേ കെട്ടിവെക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ബിബ്ലിക്കലി ഓരോ കാര്യങ്ങൾ യേശു ചെയ്തതിലും സിഗ്നിഫിക്കൻസ് ഉണ്ട്. ആ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓശാന ഓശാന ദാവീദ് പുത്രൻ ഓശാന എന്ന് നമ്മൾ വിളിച്ചു പറയുമ്പം കർത്താവ് കേൾക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്,
നമ്മൾ ഈ ബാക്കി ഭാഗം വായിക്കുമ്പോൾ യേശു ദേവാലയത്തിൽ കടന്നു വരുമ്പം വളരെ സങ്കടകരമായിട്ട് യേശു അവിടെ കിടക്കുന്ന പ്രവൃത്തികൾ കണ്ട് ദൈവത്തിന് സങ്കടമുണ്ട്. അതെന്താ കാണുന്നത്? യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി വാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ച് കളഞ്ഞ് അവരോട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു, അവൻ അവരെ സൗഖ്യമാക്കി. അപ്പോൾ കർത്താവിന് നിർബന്ധമുണ്ട്. അന്ന് ദൈവം ചെയ്തതുകൊണ്ടാണ് ഇന്ന് ദൈവാലയങ്ങളിൽ യാതൊരു സെയിലും ദൈവം അനുവദിക്കാത്തത്. അതൊരു വലിയ പ്രീസിഡൻ്റായി മാറിയാണ്. നമുക്ക് വേണ്ടി ദൈവം മുൻവഴി ഒരുക്കുകയാണ്. കർത്താവിൻ്റെ ആഗ്രഹം, ഞാൻ എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. ഇത് ദേവാലയമാണെങ്കിൽ ഇന്ന് നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം. നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിക്കായിട്ട് നമ്മൾ കൊടുക്കരുത്. ദൈവം വസിക്കുന്ന ആലയമെങ്കിൽ അതിൻ്റെ മഹത്വത്തിനനുസരിച്ച് ദാവീദ് പുത്ര ഹോസന്ന ഹെൽപ്പ് അസ് ലോർഡ്, ഞങ്ങളെ സഹായിക്കുക. ദാവീദ് പുത്ര ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറയുവാൻ തക്കവണ്ണം സ്തോത്രത്തിൻ്റെയും സ്തുതിപ്പിൻ്റെയും ആത്മാവ് നമ്മളിൽ സൃഷ്ടിച്ചിട്ട് ദൈവത്തിന് വേണ്ടി സ്തുതിക്കുന്നവരായിട്ട് നമ്മൾ ഈ ഹോസാന ദിവസം തീരുമാനമെടുക്കണം. രാജാവിനെക്കുറിച്ച് 3 തരത്തിലുള്ള രാജാവിനെക്കുറിച്ച് അടുത്ത ദിവസം പറയാനായിട്ട് ദൈവം അനുവദിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഹോശാന, ദാവീദ് പുത്രന് ഹോശാന, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നൊക്കെ ഇവർ അറിഞ്ഞോ അറിയാതെയോ ഈ ഹോശാന ഞായറാഴ്ച വിളിച്ചു പറയുമ്പോൾ രാജാവിനെ അവർ സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് നടക്കണമായിരുന്നു കർത്താവെ. സ്വർഗം നിയോഗിച്ചതുപോലെ തന്നെ അവിടുന്ന് ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് കടന്നു വന്നത്. എന്നാൽ അമ്മയാകുന്ന കഴുതയും കൂടെ ഉണ്ടായിരുന്നു കർത്താവെ. അങ്ങനെ നീ കെട്ടപ്പെട്ടതായ കഴുതകളെ അപ്പച്ചൻ റിഡീം ചെയ്യാൻ വേണ്ടി, അവരെ വീണ്ടെടുക്കാൻ വേണ്ടി അവിടുന്ന് വാഹനമായിട്ട് അതിനെ ഉപയോഗിച്ചതിനാലും അനുസരണമുള്ളൊരു മൃഗമായിട്ട് അതിനെ കാണുന്നതിനാലും മറ്റുള്ളവരുടെ ബലഹീനതകളെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മൃഗമായിട്ടും അതിനെ വേദപുസ്തകത്തിൽ കാണിക്കുന്നുണ്ട് കർത്താവെ. ആ ഒരു വിനയപ്പെട്ട ഒരു സ്ഥിതി യേശു ക്രിസ്തു രാജാവായിട്ടും ആ നിലപാടിൽ കടന്നു വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവെ അതൊരു ആശ്വാസവും സമാധാനവും ഞങ്ങൾക്കൊരു വലിയ പ്രത്യാശയും തരുന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഹോശാന ഞായറാഴ്ച കർത്താവെ ഓരോ പള്ളികളിലും ഓരോ കുടുംബങ്ങളിലും അവർ കുരുത്തോല എടുത്ത് പൊക്കി വെക്കുമ്പോൾ ഇത് എൻ്റെ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്, എൻ്റെ ദൈവമാണ് എൻ്റെ ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കാനും കർത്താവിന് കൊടുക്കേണ്ട പ്രാധാന്യത്തോടുകൂടി ദൈവത്തെ സ്വീകരിക്കാനുമുള്ള ഹൃദയമാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ഭവനങ്ങളും ഞങ്ങളുടെ ഹൃദയവും നിനക്ക് വേണ്ടി ഞങ്ങൾ തുറന്നു വെക്കുന്ന പിച്ച ഞങ്ങളുടെ തലമുറകളിലേക്ക് അവിടുത്തെ രാജകീയ പദവിയോടുകൂടി കടന്നു വന്ന് കഴുതകളെ കെട്ടപ്പെട്ട കഴുതകളെ അവിടുന്ന് രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാവീദ് പുത്ര ഹോശാന, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നേ ദിവസം ദൈവമുണ്ടാക്കിയ ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിപ്പാൻ, രാജാവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളിതാ റെഡിയായിട്ട് നിൽക്കുന്ന പിച്ച പ്രാർത്ഥന കേട്ട് അവിടുന്ന് കടന്നു വന്നിരിക്കുന്നതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.